ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നാട്ടിൽ വന്നിട്ട് നമ്മുടെ പാരൻസ് എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പിലാണ് ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ എൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛനമ്മേനും പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ എവിടേക്കാണ് പോണേന്നൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡ് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും എന്താ വെച്ചാൽ ഇതൊരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് ഈ സ്ഥലത്ത് പോണ വഴിക്ക്. അപ്പോൾ മുൻപ് ഒരു ട്രിപ്പിൽ ഇതുപോലെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ബോർഡ് കണ്ടപ്പോൾ വേഗം ഓർമ്മ വന്നിട്ട് അങ്ങനെ നമ്മൾ കയറിയതാണ്. നല്ലൊരു ആംബിയൻസ് ആണ്. പിന്നെ അവിടെ മഴക്കാലത്താകുമ്പോൾ അവിടെ നല്ലൊരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാ സ്ഥലം എന്നുള്ളത്. അപ്പോൾ മൂന്നാറിലാണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കണേ. അപ്പോൾ അവിടെ റിസോർട്ടിൽ നമ്മൾ ബുക്ക് ചെയ്തിരുന്നു സ്റ്റേ. അപ്പോൾ ആ റിസോർട്ടിൽ പോണ വഴിക്ക് തന്നെ ഭയങ്കര അട്രാക്ഷൻസ് ആണ്. എന്താ വെച്ചാൽ ഒരു ജീപ്പിൽ നമ്മൾ ഒരു റൈഡൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കണേ. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ് ജീപ്പ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ കാറിൻ്റെ സാരഥി നന്ദു ബ്രോ ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചേട്ടനാണ് ഡ്രൈവിങ്ങിന്. അതുകൊണ്ട് നമ്മൾ ഓൺ ടൈം തന്നെ എത്തിയിട്ടോ. അങ്ങനെ ജീപ്പ് വന്നു. നമ്മളും നമ്മുടെ ലഗേജ് എല്ലാം കയറ്റി. ഇനി നേരെ ഒരു ഓഫ് റോഡ് ആണെന്നാണ് പറയണേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഞാൻ നീക്കൂട്ടനെ പിടിച്ചിട്ട് ഫ്രണ്ടിലിരുന്നു കേട്ടോ, കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുമെന്ന് വെച്ചിട്ട്. പക്ഷേ ആ ഫ്രണ്ടിലിരുന്ന കാരണം എനിക്ക് കുറച്ച് ബാലൻസ് ഒക്കെ പോയിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ എനിക്ക് കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. ശരിക്കും ഒരു പക്ക അഡ്വഞ്ചറസ് ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. എന്താ വെച്ചാൽ ഒരു മലയുടെ മുകളിലാണ് നമ്മുടെ റിസോർട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം അങ്ങോട്ട് ഈ ജീപ്പ് മാത്രമേ പോകൂ. ഇവർക്ക് എന്ത് സാധനം, ഈവൺ ഈ റിസോർട്ട് പണിഞ്ഞത് വരെ അവരെല്ലാം ജീപ്പിൽ കൊണ്ടുപോയിട്ടാണെന്നാണ് പറയണേ കേട്ടോ. എന്തായാലും നമുക്ക് മുകളിൽ പോയിട്ട് കാണാം. എൻ്റെ ഫോണൊക്കെ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും എന്താ പറയുക ഓഫ് റോഡിങ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ മാത്രമേ എന്നിൽ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. തിരിച്ച് പോകുമ്പോൾ അപ്പോൾ ഞാൻ മോസ്റ്റ്ലി വീഡിയോ എടുക്കാൻ നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. ഫോറസ്റ്റ് കൗണ്ടി നല്ല അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇത് ശരിക്കും ഒരു മലയുടെ മുകളിലാണ്. അപ്പോൾ നമുക്ക് ആ വ്യൂവും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെ അങ്ങനെ ഒന്ന് രണ്ട് സ്പെഷ്യൽ ഐറ്റംസ് ഇവർ പറഞ്ഞിരുന്നു. അതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ നമ്മളിത് ബുക്ക് ചെയ്തത്. അപ്പോൾ ആ ജാനക്കുട്ടി കണ്ട് ഓടിപ്പോകുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബാഗൊക്കെ ഒന്ന് വെച്ച് സെറ്റിലാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു. നല്ലൊരു റൂമാണ് കേട്ടോ. പിന്നെ ഇതാ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ബാൽക്കണി. ബാൽക്കണി എന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര റിലാക്സിങ് ആയിരുന്നു ശരിക്കും നമുക്ക്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബാത്റൂം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞത് ആ ബെഡ് കണ്ടപ്പോൾ ഒന്ന് കിടക്കാനൊരു മോഹം. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കിടന്ന് നമ്മൾ നേരെ നെക്സ്റ്റ് റൂമിലേക്ക് പോയി. അവിടെ അമ്മയും പിള്ളേരും കൂടിയുള്ള കളിയിലായിരുന്നു. ജാനു അച്ഛമ്മയുടെ ഫോൺ കിട്ടിയ ഒരു എന്താ പറയുക സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ അതുപോലെ തന്നെ ബാൽക്കണി വ്യൂ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അത്യാവശ്യം ഏതാണ്ട് അതേ വ്യൂ തന്നെ, സെയിം ലെവലിൽ തന്നെയാണല്ലോ രണ്ട് റൂമും നിൽക്കുന്നത്. ഭയങ്കര ചില്ലിങ് ആണ്. അങ്ങനെ എല്ലാവരും റൂമിൽ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി ഇറങ്ങി വന്നിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും അറ്റത്ത് പോയി നിൽക്കുമ്പോൾ ശരിക്കും നമ്മൾ വലിയൊരു മലയുടെ മുകളിൽ നിന്ന് താഴെ നോക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. Janu, wait here. Hello, Sundara. Amma
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ചെടികളും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് അവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴേക്കും നമ്മുടെ ചായ വന്നു. ചായ കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ഞാൻ പോലും ആ ഒരു വെതറിൽ ചായ കുടിക്കാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും. പിന്നെ അനിയക്കുട്ടൻ ഫുൾ കളിയായിരുന്നു. ഇനി കുറച്ച് നേരം റൂമിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ റെസ്റ്റ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും എന്താ ഇരുട്ട് വീണ് തുടങ്ങി. അപ്പോൾ ഒരു ഫുള്ള് ലൈറ്റ്സൊക്കെ ഇട്ടൊരു പ്രത്യേക വൈബായിരുന്നു. പിന്നെ ക്യാമ്പ് ഫയർ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവർ. രാത്രി അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തണുപ്പിൻ്റെ ഇടയിൽ ഇതുപോലെ ചൂട് കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേക ഒരു രസമായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ഫേവറേറ്റ് പേഴ്സൺസ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ഫുഡ് ടൈം ആയപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയിട്ട് അപ്പോൾ ചിക്കനും ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ അൽഫാം ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ ഡെസേർട്ടായിട്ട് കേസരി ഉണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും എന്താ ഏകദേശം കത്തി തീരാറായി നമ്മുടെ ക്യാമ്പ് ഫയറിൽ വെച്ച വിറകുകളൊക്കെ. പിന്നെയും കുറച്ച് നേരം അവിടെ നമ്മളിരുന്ന് അപ്പോൾ ജാനുക്കുട്ടിക്ക് ഒരു കമ്പനിയും കിട്ടി കേട്ടോ, ഒരു കുഞ്ഞു നായ്ക്കുട്ടി. അപ്പോൾ അവളും അവരുടെ അടുത്ത് പോയി നിന്നിട്ട് കുറേ നേരം കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇതുപോലെ ഫാമിലി ആയിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നുള്ളത്. അപ്പോൾ കുറേ നല്ല മൊമെൻറ്റ്സൊക്കെ കിട്ടിയ ഒരു ട്രിപ്പായിരുന്നു എന്തായാലും. അങ്ങനെ നമ്മൾ നേരെ കിടന്നുറങ്ങി പിറ്റേ ദിവസം മോർണിംഗ് എണീറ്റു കേട്ടോ. അപ്പോൾ മോർണിംഗ് ആ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാടിപ്പടഞ്ഞ് ഓടിപ്പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇന്നത്തെ വ്യൂ കേട്ടോ. ഈ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ശരിക്കും മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന നമ്മളെ മൂന്നാർ എന്നൊക്കെ പറയില്ല, അങ്ങനൊരു ഫീലായിരുന്നു കേട്ടോ കാണാനായിട്ട്. പുറത്ത് ഒന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും നമ്മുടെ ടീ എത്തി. അപ്പോൾ അതും പിടിച്ച് നേരെ ഞാൻ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ പോയിരുന്നു കേട്ടോ. പുറത്ത് ഫുൾ കോടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ ഇന്നലെ കണ്ട പോലെ ഒരു വിസിബിലിറ്റി ഇല്ല, ഫുള്ള് കോട വന്ന് ഇങ്ങനെ മൂടി നിൽക്കുകയാണ് എല്ലായിടത്തും. എന്നും തിരക്ക് പിടിച്ച ഓരോ കാര്യങ്ങളായിട്ട് നടക്കുമ്പോൾ ഇതുപോലെ റിലാക്സ് ചെയ്ത് കിട്ടുന്ന ഓരോ സമയങ്ങളും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം കേട്ടോ. പിള്ളേർ രണ്ടാളും നല്ല ഉറക്കമാണ്. അപ്പോഴാണ് അവിടെ നമ്മൾ ട്രക്കിങ്ങിനുള്ള ടൈമായെന്ന് പറഞ്ഞത് അവർ. അപ്പോൾ ശരി ഞാനും ഏട്ടനും അച്ഛനും കൂടിയിട്ട് അങ്ങനെ ഇറങ്ങി. പിന്നെ ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട കുറേ പുതിയ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടമ്മമാരും അവിടെ പിള്ളേരെ നോക്കിയിരിക്കുകയെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് നടക്കാനും അത്ര കംഫർട്ടബിൾ ആവില്ല എന്ന് വിചാരിച്ചിട്ട് അവർ വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. ഈ താഴെ കാണുന്ന ഈ ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ നമുക്ക് നടക്കാനായിട്ട്. ബാക്കി സൈഡിലൊക്കെ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോ കമ്പികൾ കെട്ടിയിട്ടുണ്ട്, അതിൽ പിടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക ട്രക്കിങ്ങും അതുപോലെ തന്നെ നമ്മൾ ജീപ്പിൽ വന്നല്ലോ, അതൊക്കെ നമ്മൾ ഈ ഫോറസ്റ്റ് കൗണ്ടിയുടെ അവരുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതൊക്കെ. ട്രക്കിങ്ങിന് നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ആളാണ് നമുക്ക് പോകുന്ന വഴിയും അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണേ. അത്യാവശ്യം നടക്കാനും അതുപോലെ തന്നെ നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് റിസ്ക് ആയിരുന്നു. പക്ഷെ നമ്മുടെ ഗൈഡ് നല്ല അടിപൊളി ചേട്ടനായിരുന്നു. ആള് ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഈ റൂട്ട് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് എല്ലാം പറഞ്ഞൊക്കെ തന്നിട്ടാണ് നമ്മൾ നടന്നിരുന്നത് കേട്ടോ. ഇതാണ് കാണത്തില്ല. ഇതിലെ അങ്ങനെ ആ മരത്തിന്റെ അപ്പുറത്തൂടെ പോയിട്ട് ഇതിലെ ഇങ്ങനെ കറങ്ങി. ഓക്കെ. ഈ ഒരു കാടിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലായ കാരണം നമ്മൾ ചാടി ഇറങ്ങി. പക്ഷേ അത് ഒരിക്കലും എന്താ പറയുക വേസ്റ്റ് ആയില്ല, ഭയങ്കര വൃത്തിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ.
ഞങ്ങളെക്കാളൊക്കെ എനർജറ്റിക് ആയിട്ട് നടന്നിരുന്നത് അച്ഛനായിരുന്നു കേട്ടോ. നടക്കാനായാലും പിന്നെ കുറേ അട്ടകളൊക്കെ നമുക്ക് കടി കിട്ടി. അപ്പോൾ ഇവർ ഓൾറെഡി നമ്മുടെ കയ്യിൽ എല്ലാവർക്കും കുറച്ച് ഉപ്പൊക്കെ തന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങനെ നടന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും നടന്ന് ക്ഷീണിച്ചു. അപ്പോൾ ഒരു മരം വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ എല്ലാവരും റെസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രക്കിംഗ് ഗ്യാങ്. അറ്റത്തിരിക്കുന്ന ചേട്ടനാണ് നമ്മുടെ ഗൈഡ്. ശരിക്കും ഇത് വന്നില്ലെങ്കിൽ ശരിക്കും ഒരു മിസ്സായേനെ കേട്ടോ ഈ ഒരു അനുഭവം. പോയ വഴിയല്ല നമ്മൾ തിരിച്ചിറങ്ങിയത്. തിരിച്ച് പോരണത് കുറച്ചുകൂടി റിസ്ക് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഹയർ അവർ ഇട്ടിട്ടുണ്ട്. താഴേക്ക് നോക്കിയാൽ ഒരു കൊക്കയാണ്. അപ്പോൾ കുറച്ച് പേടിയുണ്ടെങ്കിലും നമ്മൾ കുഴപ്പമില്ലാതെ കയറി പോകുന്നു എല്ലാവരും കൂടിയിട്ട് കേട്ടോ. അങ്ങനെ ഒരു 2-2.5 മണിക്കൂറോളം നമ്മൾ നടന്ന് തിരിച്ച് നമ്മൾ ഏതാണ്ട് റിസോർട്ടിലേക്ക് എത്താറായി കേട്ടോ. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ട്രക്കിങ്. പിന്നെ നേരെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോയി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ, ഇഡ്ഡലി, പുട്ട്, വട, അങ്ങനെ കുറേ നമ്മുടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്തെ റൂമിലെത്തിയപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട് പോകാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്തപ്പോഴേക്കും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ജീപ്പും വന്നിട്ടുണ്ട് പോകാനായിട്ട് താഴേക്ക്. അപ്പോൾ അങ്ങനെ ജീപ്പിൽ കയറി നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. പക്ക ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ജീപ്പല്ലാതെ വേറൊരു വണ്ടിക്ക് എന്തായാലും മുകളിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് അതും കിട്ടി. അങ്ങനെ നേരെ നമ്മൾ നമ്മുടെ കാറ് കിടക്കണ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. മൂന്നാർ വന്നിട്ട് വേറെ എവിടെയും കണ്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു മാട്ടുപ്പെട്ടി ഡാം കാണാൻ പോവാന്ന് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ട്രാഫിക് ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന്. വീക്കെൻഡായ കാരണം ആൾക്കാർ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ മൂന്നാറിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ നമ്മൾ അവിടെ വേഗം സൈഡാക്കി വണ്ടി. എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ നേരെ താഴേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്. മഴയൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെള്ളമൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ തിരിച്ച് കയറി കേട്ടോ. അപ്പോഴേക്ക് എല്ലാവർക്കും കുറച്ച് വിശന്ന് തുടങ്ങി. തൊട്ടടുത്ത് തന്നെ ഒരു തട്ടുകട കണ്ടപ്പോൾ നമ്മൾ വേഗം അങ്ങോട്ട് ഓടിക്കയറി കേട്ടോ. അവിടെ നല്ല പൈനാപ്പിളും മാങ്ങ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ് ഓംലേറ്റും. അപ്പോൾ അത്യാവശ്യം എല്ലാവരുടെ വയറ് ഫില്ലിംഗ് ആയി. പിന്നെ കുറച്ച് നീങ്ങിയപ്പോൾ പിന്നെയും നമ്മൾ നല്ല ചൂട് കടല, അതായത് നമ്മുടെ കപ്പലണ്ടി, നല്ല മസാലയൊക്കെ ഇട്ട് സവോളയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി നമ്മൾ നേരെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടേക്ക് നടന്നു കേട്ടോ. ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നേരെ കടകളുടെ ഭാഗത്തേക്ക് വന്നു കേട്ടോ. ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും ടോയ്സും പിന്നെ അങ്ങനെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ 1-2 സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ തിരിച്ച് വണ്ടിയിൽ കയറി. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയിൽ ഇതുപോലെ നമ്മുടെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ 90s പാട്ടും വെച്ച് ഇങ്ങനെ പോവാൻ വേറൊരു ഫീല് തന്നെയാണല്ലേ. തിരിച്ചിറങ്ങണ വഴിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്ന് അത് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ച് കയറിയത് കേട്ടോ. പുറത്ത് ഇരുട്ട് വീണു തുടങ്ങി. ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ട് നമ്മുടെ മൂന്നാർ യാത്രയും അവസാനിക്കാറായി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.